ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കും മിക്കവാറും ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. ബിക്കോസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഷാനവാസിക്കനൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്ന് 9 PM ഷാനവാസിക്ക ഓൾവേസ് ലൈവിൽ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഷാനവാസിക്ക് പോയി സംസാരിക്കുക, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഇങ്ങനെ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കായിരുന്നു, ഡ്യൂട്ടിയൊക്കെ ആയിരുന്നു, കുറച്ച് തിരക്കായിരുന്നു. അപ്പം കുറച്ച് ഫേക്ക് ന്യൂസുകളും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ഷാനവാസിക്കനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഷാനവാസിക്കയ്ക്ക് ഒരു സ്ട്രോങ് PR ഇല്ലാത്തത് കൊണ്ടാണ് ഷാനവാസിക്ക ജയിക്കാതെ പോയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഇപ്പം ബിഗ് ബോസിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു വിന്നർ ആകണമെങ്കിൽ സ്ട്രോങ് PR ഉണ്ടാവണം. അതും ഒരു 5-10 ലക്ഷം പോരാ, അതിലും കൂടുതൽ PR ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നൊരു ക്രൈറ്റീരിയ ബിഗ് ബോസിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഇയറിൽ ബിഗ് ബോസിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ 10-15 അല്ലെങ്കിൽ 20 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടേ പോകാവുള്ളൂ, എന്നാലേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. അത് ഓർക്കുക കേട്ടോ എല്ലാവരും. ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്ട്രോങ് PR ഷാനവാസിക്ക ഉണ്ടായിരുന്നുവെങ്കിൽ ഷാനവാസിക്ക ഉറപ്പായിട്ടും കപ്പ് ഉയർത്തിയേനെ, അതിലൊരു യാതൊരു ഡൗട്ടും വേണ്ട. അപ്പം നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളുടെ PR എത്ര ലക്ഷം രൂപയാണ് എന്നും. ഇപ്പം പുതിയതായിട്ട് കേൾക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായ ആൾക്കാർ, നേരത്തെ പുറത്തായിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഓൾറെഡി ഇൻ്റർവ്യൂസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ലക്ഷം രൂപയുടെ PR ഉണ്ട്. അതേപോലെ തന്നെ എല്ലാവർക്കും അവിടെ കയറിയിട്ടുള്ള എല്ലാവർക്കും രൂപ കൊടുത്ത്, അതായത് പെയ്ഡ് PR, ഈവൻ അക്ബർ ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ബിൻസി, എല്ലാവരും പെയ്ഡ് PRലാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ അനുമോളുടെ മാത്രമല്ല പ്രശ്നം, ബാക്കി എല്ലാവരും പെയ്ഡ് PRലാണ് നിന്നത്. അത് നമുക്ക് ഈ ഇറങ്ങിയപ്പോഴും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് PR ഉള്ളത് കൊണ്ട് എന്താണ് വരവേൽപ്പും അതും ഇതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഷാനവാസിക്കയുടെ കാര്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ, അതിന് അത്രമാത്രം ഒരു പെയ്ഡ് PR ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എനിവേ, വേറൊരു കാര്യം നമുക്ക് നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരു ഫേക്ക് ന്യൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടിച്ച് ഫിറ്റായിട്ട് ഷാനവാസിക്ക ഓൺലൈൻ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ജിഷിൻ രക്ഷിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് നിന്നും ഷാനവാസിക്കയെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് PR ടീംസ് ഉണ്ട്. ഇനി എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് എല്ലാം കഴിഞ്ഞു, ഗെയിം ഈസ് ഗെയിം എല്ലാം ഓവറായി തിരിച്ചു വന്നു. പിന്നെ എന്തുകൊണ്ട് ഇതുപോലത്തെ ഫേക്കായിട്ടുള്ള ന്യൂസസ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ, ഇവിടെ ഇപ്പം അന്ന് സംഭവിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ജിഷിന് ഓൾറെഡി അറിയാം നമ്മളിപ്പം ബിഗ് ബോസിൽ, അതായത് ഇപ്പം കഴിഞ്ഞ അവരുടെ ഫോൺ പോലും ചിലപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ വാങ്ങിന് എന്തെങ്കിലും വീണ് പോയാൽ അതൊരു പ്രശ്നമായി. അതിൻ്റെ ഷാനവാസിക്ക നാട്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഷാനവാസിക്കയുടെ തലയിലോട്ട് എല്ലാവരും കൂടെ കയറും. അപ്പം ജിഷിന് ഓൾറെഡി ഈ സംഭവങ്ങൾ അറിയാം, കാരണം ജിഷിന് ഓൾറെഡി പുറത്ത് പോയ ഒരാളാണ്. അപ്പോൾ ജിഷിന് ഇത് ഓൾറെഡി അറിയാം. ഇനി എന്തെങ്കിലും മീഡിയക്കാരുടെ വായിൽ നിന്ന് നിർത്താൽ അത് ഓൾറെഡി അത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ ഗോ ടു ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തമാശ രൂപത്തിലാണ് സത്യം പറഞ്ഞാൽ ജിഷിനത് പറയുന്നത്. ഓൾറെഡി ജിഷൻ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ജിഷൻ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ, നമുക്കെന്തായാലും ഷാനവാസിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിലായിട്ടുണ്ട് ഇപ്പോൾ. എന്തായാലും ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഷാനവാസിക്ക് പറ്റിയിട്ടുള്ള ന്യൂസസ് എന്തായാലും ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വേറെ കുറച്ച് ന്യൂസസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനലുണ്ടാവുന്നത്. അപ്പോൾ ആരും മറക്കണ്ട, ടുഡേ 9 PM ഇൻസ്റ്റഗ്രാമിൽ ഷാനവാസിക്ക ലൈവായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഷാനവാസിക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈവിൽ വന്ന് ഷാനവാസിക്കയോട് ചാറ്റ് ചെയ്യുക, നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പം എല്ലാവർക്കും നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ വെച്ചിട്ട് ഇനിയും കാണാം, ലൈവിൽ ഓൾറെഡി ഞാൻ കാണും. അപ്പം സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.